അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദാണ്ട് നല്ല അടിപൊളി നാടൻ ഒരു ഡിഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ദാണ്ട് മുരിങ്ങ ഇലയും അതുപോലെ തന്നെ ചക്കക്കുരുവും ഇട്ട് വെച്ച ഒരു ഡിഷാണ് കേട്ടോ. അതായത് പല നാട്ടിൽ പല പേരിലറിയും. ഇനി ഇതിന് ഉപ്പേരി എന്ന് പറയും, ഇനി മെഴുക്കുരുട്ടി, തോരൻ, അങ്ങനെ എന്ത് വേണേലും വിളിക്കാം. സംഭവം ഏതായാലും നമ്മുടെ മുരിങ്ങയ്ക്ക ഇലയും ചക്കക്കുരുവും ഇട്ട് വെച്ചതാണ് കേട്ടോ. നമ്മുടെ യു.എയിൽ ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിലും ഈ മുരിങ്ങയ്ക്ക മരം കാണാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മരം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സമ്മറിൽ അവർ വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഇതേതായാലും ഞാനിപ്പോൾ ലുലുവിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങി. ആദ്യമേ നമ്മുടെ മുരിങ്ങയില എല്ലാം ഒന്ന് പറിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വെക്കണം. ആ ടൈമിൽ നമുക്ക് ചക്കക്കുരു ഒന്ന് ഉപ്പിട്ട് മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് ഞാനിവിടെ എടുക്കുന്നത് ഒരു 5-6 ചുവന്നുള്ളി, 2 പച്ചമുളകും ഒരു 3 വെളുത്തുള്ളിയാണ് കേട്ടോ. ആദ്യമേ ഇത് മാത്രം ഇട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ തേങ്ങ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്, പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇതാണ് എനിക്ക് ലാഭമായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആകെ വേണ്ടത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമുക്ക് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ഇല ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് കഴുകുന്നുണ്ട്, കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എന്ത് ഇല ഐറ്റംസും ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ അരപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇലവർഗ്ഗങ്ങൾക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കയറി പിടിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അരഞ്ഞ് വെച്ചേക്കുന്ന, അതായത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചാറും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലൊന്ന് തുറന്നിട്ട് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക തോരനോ മെഴുക്ക് വരട്ടി എന്താണെന്ന് വെച്ചാൽ അത് റെഡിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ നല്ല വാടി നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും. അച്ചാർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ ഇത് മാത്രം നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം കമൻറ്റിലൂടെ അഭിപ്രായം പറയണം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ടാറ്റ, ബൈ ബൈ.